കുറഞ്ഞതൊരു 7 ലക്ഷം രൂപ എങ്കിലും നമുക്ക് വകയിരുത്തിയാൽ സാധ്യമാവൂ എന്നുള്ള ഘട്ടത്തിന് മുമ്പുള്ള ഒരു സമയത്ത് റബ്ബറിന് നല്ല വിലയുണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ നല്ല രീതിയിലുള്ള ജീവിത നിലവാരം പുലർത്തിയിരുന്നു. അവർ ജീവിത നിലവാരത്തിൽ തന്നെ പുറകോട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബാലിയൻ്റെ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ 5-ാം വാർഡായ ഞർക്കാട് വാർഡ്, അതായത് ഇളങ്കാട് ടൗൺ വാർഡിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ജിജോ കാരക്കാട്ടുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പോൾ രാവിലെ സ്ഥാനാർത്ഥി പര്യടനമൊക്കെ ആയിരുന്നു, ഭവന സന്ദർശനമൊക്കെ ആയിരുന്നു. ഭവന സന്ദർശനങ്ങൾ നടക്കുന്നു. നമ്മൾ 3 റൗണ്ട് പൂർത്തിയായി, 4-ാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് ആവേശത്തിലാണ്. ആവേശം, അതെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടന്നാലോ? കടക്കാം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ വായിച്ചല്ലോ അല്ലേ? ചോദ്യങ്ങൾ വായിച്ചു. സാധാരണ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 3 ചോദ്യങ്ങൾ, അത് മാത്രമാണ് നമ്മൾ ബാലിയൻ്റെ ചാനൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ മറുപടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ചോദ്യങ്ങൾ ഒന്നാണെങ്കിലും വ്യത്യസ്തമായ മറുപടികൾ. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലൈഫ് ഭവനപദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇല്ല എന്നാണ് താങ്കളുടെ മറുപടിയെങ്കിൽ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് ജനങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും? ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകി വരുന്ന 4 ലക്ഷം രൂപ തികച്ചും അപര്യാപ്തമാണ്. ഒരു നല്ല വീട് പണിയാൻ കുറഞ്ഞതൊരു 7 ലക്ഷം രൂപ എങ്കിലും നമുക്ക് വകയിരുത്തിയാൽ സാധ്യമാവൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വീടുകൾ പണിയുമ്പോൾ അവർ ഈ ലൈഫിൽ ഉൾപ്പെടുത്തി കിട്ടുന്ന, ലൈഫ് എന്നല്ല, ഇപ്പം PMAY എന്നാണ് അതിന് പറയുന്നത്, ലൈഫ് മാറിയിട്ടുണ്ട് പേര്. സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഫണ്ടിൽ നമുക്ക് ബാക്കി തുക സ്വന്തമായി കണ്ടെത്തി പണിയേണ്ട സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടാനുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ വെച്ച് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഘടകത്തിന് ഏതൊക്കെ രീതിയിൽ അതിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റും, ആ രീതിയിൽ ഗവൺമെൻറ് തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യം അതിലെടുക്കും. അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുമായി ആലോചിച്ച് അവിടെ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അതിൽ പഞ്ചായത്തിലെ തനത് ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഓക്കെ, വളരെ നന്ദി. താങ്കൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി തന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തും പരിസര മേഖലയും നമ്മുടെ മറ്റ് സമീപ പഞ്ചായത്തുകളും എല്ലാം കൂടുതലും റബ്ബർ കർഷകരുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് കാരണം. തീർച്ചയായിട്ടും റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ അടുപ്പമുള്ള ഒരു പ്രദേശം, ആദ്യം റബ്ബർ കൃഷി ഇന്ത്യയിൽ തുടങ്ങിയത് തന്നെ നമ്മുടെ പ്രദേശമായ കൂട്ടിക്കലിലാണ്. JJ മർഫി, ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന അയർലൻഡുകാരനാണ് ഇന്ത്യയിൽ തന്നെ റബ്ബർ കൃഷി വ്യാപകമായി കൃഷി ചെയ്യുന്ന, വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് നമുക്ക് ആദ്യം കൃഷി ചെയ്ത ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശത്താണ്. അതിനുശേഷമാണ് ഇത് പ്രധാനപ്പെട്ട നാണ്യവിളയായി കേരളത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും ഗുണകരമായ രീതിയിൽ അതിനെ ആവിഷ്കരിക്കുവാനും സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യം ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്ത് കാർഷിക വിള എന്ന രീതിയിൽ മറ്റ് കൃഷികളെക്കാൾ ഉപരി, ഇപ്പം കുരുമുളക് കൊണ്ട് മറ്റ് കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട സാധാരണ കൃഷിക്കാർ, ചെറുകിട കൃഷിക്കാർ, നാമമാത്ര കൃഷിക്കാർ, അതുപോലെ തന്നെ പ്രധാന കൂടുതൽ കൃഷി ചെയ്യുന്ന ആളുകളും ആശ്രയിക്കുന്നത് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്ക് റബ്ബറിൻ്റെ വില ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഉയരുന്നില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ആളുകളുടെ സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞു പോകുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അത് ഒരു 2010 ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു സമയത്ത് റബ്ബറിന് നല്ല വിലയുണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ നല്ല രീതിയിലുള്ള ജീവിത നിലവാരം പുലർത്തിയിരുന്നു. അവർ ജീവിത നിലവാരത്തിൽ നിന്ന് തന്നെ പുറകോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം റബ്ബറാണ്. അപ്പൊ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് താങ്കളോട് പ്രത്യേകം നന്ദി പറയാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ടത് റബ്ബർ ബോർഡ് എന്ന് പറയുന്ന സംവിധാനമാണ്
നിയമങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റബ്ബർ ബോർഡിൻ്റെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റബ്ബറിന് വില കുറയുന്ന ഒരു കാലഘട്ടത്തിൽ അത് വളരെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇപ്പോൾ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ചെറിയ സൊസൈറ്റികൾ, അതായത് സഹകരണ സംഘങ്ങൾ, ഈ സഹകരണ സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതുണ്ട്. റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബർ കൃഷിക്കാരന് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അതൊന്നും ആളുകൾക്കറിയില്ല, ആ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് സാധാരണ ഇവിടുത്തെ പ്രവർത്തകരെന്ന നിലയിൽ, നമ്മുടെ ഗ്രാമീണ മേഖലയിലെ പ്രവർത്തകരെന്ന നിലയിൽ നമുക്ക് അതിനകത്ത് ഇടപെടുവാനും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളെ, നമ്മുടെ പ്രദേശം പ്രത്യേകിച്ച് റബ്ബർ അധിഷ്ഠിത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയായതുകൊണ്ട് അതിനകത്ത് കൂടുതൽ താല്പര്യമെടുത്ത് ആ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഇവിടുത്തെ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ അതിനെ ആവിഷ്കരിക്കുവാനും, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ വന്യമൃഗശല്യമൊക്കെ വളരെ രൂക്ഷമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ റബ്ബർ കൃഷിക്കാർ ഇപ്പോൾ രാവിലെ റബ്ബർ വെട്ടാൻ പോകത്തില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശത്ത് ആക്കരയിൽ പുലി, ചത്ത പുലിയെ കണ്ടെങ്കിൽ പോലും അതൊരു ഭീതിജനകമായ സാഹചര്യമുണ്ട്. രാവിലെ റബ്ബർ കൃഷിക്കാർ വെട്ടാൻ പോകാൻ പറ്റത്തില്ല സാഹചര്യം കണ്ടു. അതെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന രീതികളിലൊക്കെ നമുക്കറിയാമല്ലോ, ഇതിനകത്തൊക്കെ ചില പരിമിതികളുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമങ്ങളും ഒക്കെ വരുന്ന സാഹചര്യമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നിയമത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ, എന്നാൽ അതിനകത്ത് ബന്ധപ്പെടേണ്ട കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ അതിനി അല്പം വിപ്ലവകരമായി പോയാൽ പോലും ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ കാര്യത്തിലുണ്ടാകും. വളരെ നന്ദി. അപ്പോൾ നല്ല രീതിയിലാണ് നമ്മുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിശകലനം നമുക്ക് തന്നത്. അപ്പം നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി, നമ്മുടെ കൂട്ടിക പഞ്ചായത്തിലെ 5ാം വാർഡായ എളങ്കാട് ടൗൺ വാർഡിൽ താങ്കൾ വിജയിച്ചാൽ ആ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പഠനം നടത്തിയിരിക്കും ഈ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തുമ്പോഴത്തേക്കും തന്നെ. അപ്പോൾ നമുക്ക് ആ നാട്ടിലേക്ക് ആദ്യം നടപ്പിലാക്കണം, ജനങ്ങൾക്ക് ഇത് ആദ്യം ഞാൻ നേടിത്തരും പറയുന്ന ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഒരു പദ്ധതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് പോകുമ്പം ആദ്യം ചെന്ന ആളുകളിലേക്ക് നമുക്ക് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആളെ വ്യക്തിപരമായിട്ട് സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഇപ്പോൾ കോഴിക്കുഞ്ഞിനെ കൊടുക്കുന്ന അടക്കമുള്ള പദ്ധതികളാണ് കൂടുതലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇളങ്കാടിനെ സംബന്ധിച്ച്, നമ്മുടെ ഇളങ്കാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം മറ്റ് ഗ്രാമപ്രദേശങ്ങൾ വളരുന്നത് പോലെ നമ്മുടെ പ്രദേശത്തിന് വളർച്ചയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏന്ത്യാറ്, കൂട്ടിക്കൽ, അല്ലെ മറ്റ് ചെറിയ ഗ്രാമപ്രദേശങ്ങൾ, അതിനിടയ്ക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അതുണ്ട് ഈ പറയുന്ന വളർച്ചക്കുറവ്, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ വരാത്തത് ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ നാടിന് പുരോഗമനം വരത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് ടൂറിസം. നമുക്ക് വാഗമണിന്റെ ഒരു പ്രാന്തപ്രദേശം എന്ന നിലയിൽ, അതിൻ്റെ ഒരു താഴ്വര എന്ന നിലയിൽ നമുക്ക് ഈ പ്രദേശത്ത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഗുണകരമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ആവിഷ്കരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുതുകോര മലയുണ്ട്, ചക്കിപ്പാറ മലയുണ്ട്, അതുപോലെ ഉറുമ്പിക്കര ടൂറിസമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകളുമായിട്ട് ഗുണകരമായ രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലുള്ള ഇടപെടൽ നടത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഒരു കാര്യം പ്രധാനമായിട്ട്, അത് നമ്മൾ ഒരു മുന്നോട്ടുള്ള കാര്യത്തിൽ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകുമ്പോൾ അത് നമ്മുടെ പ്രദേശത്തിന് ആകമാനം ഉന്നമനം ഉണ്ടാകുന്ന രീതിയിൽ, അതിപ്പം ഒരുപക്ഷെ നമ്മുടെ വാർഡിന് മാത്രമായിരിക്കില്ല, നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനാകെ ഉണർവേകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടൂറിസം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോജക്റ്റുകൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിയമപരിധികൾക്ക് നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളിലുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പുല്ലേകിയാറിൻ്റെ സംരക്ഷണ ഭിത്തി മുഴുവനായിട്ടും ഒലിച്ചു പോകുന്ന സാഹചര്യം നമ്മുടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ 2021 ഒക്ടോബർ 16 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് നടത്തുവാൻ നമ്മുടെ എതിർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു ഇടപെടൽ, ശക്തമായ ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് നമുക്ക് KR നാരായണ ഹാൾ ഇരിക്കുന്ന ആ പ്രദേശം, അവിടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ട്, നമുക്ക് കുട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്ക് മാനസിക ഉല്ലാസത്തിനുമൊക്കെ ഉള്ള അവസരമാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ടുകളൊക്കെ. അത് നമുക്ക് കൂട്ടിക്ക പഞ്ചായത്തിൽ ഏക പ്ലേ ഗ്രൗണ്ട് എന്ന നിലയിൽ നമുക്ക് ആ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനെ വികസിതമായ രീതിയിലേക്ക്, അതിനെ ആധുനികവൽക്കരിക്കേണ്ട രീതികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ എളങ്കാട് ടൗണിൽ നമ്മുടെ
ബസ് സ്റ്റാൻഡ്, ഇനിയിപ്പോൾ നമുക്ക് വാഗമണിലേക്കൊക്കെ ആ റോഡ് തെളിയുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ഗതാഗത സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മുടെ സംവിധാനങ്ങളൊക്കെ വികസിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാവും. നമുക്ക് ഇളങ്കാട് ടൗണിൽ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴുള്ള നമ്മുടെ കമ്പർ സ്റ്റേഷനും അതുപോലെ വെയിറ്റിംഗ് ഷെഡ് സമുച്ചയമൊക്കെ നമ്മുടെ സിന്ധു മെമ്പറുടെയൊക്കെ കാലത്ത് പണിതാണ്. അതുപോലെ തന്നെ നമ്മുടെ KR നാരായണ സ്മാരക ഹാള് തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ UDFന്റെ ഭരണകാലത്ത് ശ്രീ ആന്റണി കടപ്പാക്കൽ മെമ്പർ ആയിരുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. നമ്മുടെ പ്രദേശത്തിന് ഗുണകരമാവുന്ന ഉണർവേകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട റോഡുകൾ നമുക്ക് വാഗമൺ റോഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റോഡാണ് കൈപ്പള്ളി ഞർക്കാട് പൂഞ്ഞാറിലേക്ക് പോകുന്ന റോഡ്. നേരത്തെ 4 ബസ്സുകൾ 8 സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു റോഡാണ്. അത് ശോകമൂകമായ ഒരു സാഹചര്യത്തിലാണ്. ആ റോഡിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ യത്നിക്കും. അത് നമ്മുടെ ഗ്രാമപ്രദേശത്തിനാകെ ഉണർവേകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവര് ഒന്നിച്ചു നീങ്ങുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ സംയോജിപ്പിച്ച് നാടിന് ഗുണകരമായിരിക്കുന്ന വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും ഒക്കെ ഉള്ള ഒരു ഉറപ്പ് ഞാൻ മുൻപോട്ട് വെക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടിന് ഗുണകരമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഒന്നിച്ച്, അതായത് ഒരേ ചിന്തയോടുകൂടി നമ്മുടെ വികസന കാഴ്ചപ്പാട്, അത് രാഷ്ട്രീയത്തിനതീതമായി, രാഷ്ട്രീയം എന്നതിനപ്പുറം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിലായിരിക്കും എൻ്റെ ലക്ഷ്യം, എൻ്റെ നിലപാടുകൾ. ആ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും അടിവരയിട്ട് ആ കാര്യം പറയുകയാണ്. നമ്മുടെ വികസന കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല. ആ കാഴ്ചപ്പാടുകളിൽ എല്ലാ രാഷ്ട്രീയത്തെയും, എല്ലാ മതസംഘടനകളെയും, എല്ലാ സാംസ്കാരിക സംഘടനയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടിയായിരിക്കും എൻ്റെ ശ്രമം. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നയാളാണ്. ആ ഹൃദയബന്ധവും ആ ഗാഢമായിരിക്കുന്ന മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ആ ബന്ധം അത് നിലനിർത്തി ആ ആളുകളെ കൃത്യമായിട്ടും അവരെ കാണേണ്ട ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള കാര്യവും ഉറപ്പായി. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഇളങ്കാട് ടൗണിൽ നിന്നുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. കൈ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എന്നോടൊപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. ജീരാജ് സാറിനെയും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശ വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സന്തത സഹചാരി ശ്രീ റെജി വാര്യാമറ്റമാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനും കൈ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. ഈ നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഉത്തമമായ ഗ്രൂപ്പായി നിങ്ങളുടെ ഒപ്പമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയാണ്.